ഈ സുമാർ ഗ്രൂപ്പ് കാണിച്ചില്ലേ സ്വാമിയുടേത്, അയാള് നല്ല മുടിയുള്ള ആളായിരുന്നു. ഒരു ഇച്ചിരി നടക്കുമ്പോ ഇച്ചിരി ചരിഞ്ഞ് അയാളെ കണ്ടിട്ടുള്ളവർക്ക് ഇച്ചിരി ചരിഞ്ഞ് നടക്കുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, അയാൾക്ക് നല്ല മുടിയുണ്ട്. അയാൾ എന്റെ അറിവില് അയാളുടെ ഫാമിലിക്ക് എല്ലാം മുടിയുണ്ട്. അപ്പൊ എനിക്ക് അന്ന് നല്ല മുടിയായിരുന്നു, അത് ചുരുണ്ട മുടിയായിരുന്നു. പോലീസുകാരൊക്കെ വെട്ടിക്കളഞ്ഞ പോട്ടെ. അതല്ലേ ഞാൻ പറയണ, കഷണ്ടി അല്ല. അയാൾ മരിച്ചുപോയി. അയാള് ഞാനിപ്പോ പറയാം മരിച്ചുപോയി. മരിച്ചിട്ടില്ല. ഞാനിപ്പോ വിശ്വസിക്കുന്നു ജീവനോടെ. 2 വർഷം മുമ്പ് നമ്മുടെ അനുവിനോട് ഞാൻ പറഞ്ഞാണ്, അനുവിന്റെ ചാനലിൽ പറഞ്ഞാണ് മരിച്ചു പോയിട്ട് 2 വർഷം മുമ്പ് പറഞ്ഞതാ. പക്ഷെ അയാളെ അവസാനം ജീവനോട് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അന്നും ആൽബി ഇത് തന്നെ പറയണം. ഞാൻ പറയില്ല, അതെങ്ങനെ നോക്കിയേ 12 കൊല്ലം ജയിലിൽ കിടന്ന ആളാ. 12 കൊല്ലം ജയിലിൽ കിടന്നെങ്കിൽ 10 വർഷം 5 വർഷം ഞാൻ പോയി കിടക്കാൻ തയ്യാറാ, അയാളെ പിടിച്ചു കഴിഞ്ഞാൽ. റംസീൻ ഇസ്മായില് എന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു എന്നും പറഞ്ഞ് എന്നോട് വെളിപ്പെടുത്തി. റോമി, ഞാൻ ചോദിക്കട്ടെ, റോമി എന്തിനാ റോമിയുടെ അധ്യാപകനാണ് ഈ കുറിപ്പിന്റെ കഥ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്ന അവരുടെ ജോലിയുടെ ഭാഗം, താങ്കൾ എന്തിനാ അന്വേഷിക്കാൻ പോയത്? ഞാൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു റംസീൻ ഇസ്മായിൽ. അദ്ദേഹം വന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്ന് ക്ലിയർ ആവണം എനിക്ക്. ഇത് 40-42 വർഷമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, ഞാൻ ഈ ചെറുപ്പം മുതൽ ഇത് കേൾക്കുന്ന കേസ്. അപ്പൊ ഇതിനകത്ത് എനിക്കും ഇതൊന്ന് സത്യസന്ധമായിട്ട് അറിയണം. അപ്പൊ അദ്ദേഹം പോലീസിൽ പരാതി കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ അങ്ങ് പോയി. ഈ 2-3 വർഷം മുമ്പ് ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുത്തായിരുന്നു. വീണ്ടും പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ റംസീൻ ഇസ്മായിലിനെയും കൂട്ടി പിന്നെ ഈ ചെറിയനാട് ഭാഗത്തെല്ലാം ഒരു അന്വേഷണം നടത്തി. ആദ്യം കിട്ടിയത് പിന്നെ കുറുപ്പിന്റെ അയൽവക്കത്ത് താമസിച്ച് ഇപ്പൊ ഏറെക്കുറെ കുറുപ്പിനോട് 70 വയസ്സ് മേളിലുള്ള ഒരാളുണ്ട്. ചെറുപ്പം പോലെ ഇവര് പിന്നെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിച്ച് വന്ന ഒരാള്. അയാൾ പറഞ്ഞത് എന്നോട് വെളിപ്പെടുത്തി, ചെറിയനാട് അയാൾ ഇപ്പൊ കടയും കൊണ്ടുണ്ട്. അയാൾ പറഞ്ഞത് ഈ കൊലപാതകം നടന്ന ശേഷം 7 വർഷം കഴിഞ്ഞ് കുറുപ്പ് ഈ വഴിയെ നടന്നു പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞ് നടന്നു പോയത് കണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത് ഹരിദാസ് സാർ ഇത് വളരെ ശക്തമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും അന്വേഷിച്ചു വന്ന കേസാണ്. അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ കുറുപ്പിന്റെ കയ്യിൽ വീഴേണ്ടിയ വിലങ്ങ് അദ്ദേഹത്തിന്റെ കയ്യിൽ വീണു. അതാണ് അന്വേഷണം വഴി. ബാക്കി പറഞ്ഞത് സാർ പറഞ്ഞത് കറക്റ്റാണ്. അതായത് രാഷ്ട്രീയവും അലി അക്ബർ സാർ പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ 100% യോജിക്കുന്നു. രാഷ്ട്രീയക്കാരും പോലീസിലെ ചിലരും സമുദായ നേതാക്കന്മാരും ഇടപെട്ട അന്നും ഇന്നും കുറുപ്പിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് ഞാൻ പോയി നേരിട്ട് മനസ്സിലാക്കിയത് ഇവരുടെ ബന്ധു. ഞാൻ ഭാസ്കർ പിള്ളയായിട്ട് 1/2 മണിക്കൂർ സംസാരിച്ചു. ഭാസ്കർ പിള്ള ഇപ്പൊ എവിടെ ഉണ്ട്? ഭാസ്കർ പിള്ള സ്വന്തം അളിയനല്ലേ? അല്ല, ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ്. അദ്ദേഹമായിട്ട് ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചു. പക്കാ ക്രിമിനൽ ആണ് അയാള്. അല്ല, അയാള് ഒന്നും ഇല്ലാതിരുന്ന ഒരു കൊലപാതക കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച ആളല്ലേ? അയാൾ ഇപ്പോഴും പറയുന്നത് അതേ ഭാഷയിൽ തന്നെ, അന്നത്തെ അതേ ഭാഷയിൽ തന്നെയാണ് അയാൾ ഇപ്പോഴും. നിരാശയൊന്നുമില്ല, ഒരു നിരാശയില്ല, ഒന്നുമില്ല. പച്ചത്തറി പറഞ്ഞോണ്ട് ഞാൻ സംസാരിച്ച് 20 മിനിറ്റ് അയാളുടെ വായിന്ന് പച്ചത്തറി തന്നെയാ വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ വെളിപ്പെടുത്തിക്കോട്ടെ. പിന്നെ ചാക്കോ ചേട്ടന്റെ അനിയന്മാരെല്ലാം എനിക്കറിയാം, ഞാൻ അതിനടുത്ത് പഠിപ്പിച്ചിട്ടുള്ള. ഈ ചാക്കോ ചേട്ടന്റെ ഒരനിയൻ എന്നോട് പറഞ്ഞു, DYSP ഹരിദാസ് സാറിന്റെ SP പിന്നെ DYSP ഓഫീസിലോട്ട് ഇവര് ബന്ധുക്കളും ആക്ഷൻ കൗൺസിലും കൂടെ ഒരു മാർച്ച് നടത്താൻ പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഹരിദാസ് സാർ ഇത് അറിഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചേച്ച് പറഞ്ഞു, 2 പോലീസുകാരെ വിട്ടിട്ട് പറഞ്ഞു, അബദ്ധം കാണിക്കരുത്, പോലീസിനെതിരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അത് ആളെ വീട്ടു തടങ്കലിലാക്കി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്, മേളിൽ നിന്നുള്ള ഓർഡർ കിട്ടിയാൽ ഞങ്ങൾ അപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടു തടങ്കലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു. അത് DYSP ഹരിദാസ് സാർ എന്നോട് പറഞ്ഞതല്ല, സഹോദരനോട് പറഞ്ഞ, സഹോദരൻ എന്നോട് പറഞ്ഞ, ചാക്കോ ചേട്ടന്റെ സ്വന്തം സഹോദരൻ അനിയൻ. ഇനി കേരളത്തിലോ വെളിയിലോ? ആലപ്പുഴ തന്നെ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഇതിന് വേറൊരു കാര്യം കൂടെ പറയാം. ചാക്കോ ചേട്ടന്റെ ചേട്ടനുണ്ട്, തോമസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ഇപ്പം പഴവങ്ങാടി പള്ളി, ആലപ്പുഴ പഴവങ്ങാടി പള്ളിയിലെ ട്രസ്റ്റിയാണ് അദ്ദേഹം എന്നോട് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, അന്നത്തെ ഒരു മന്ത്രി, ആ മന്ത്രി ഈ പോലീസിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തോമസ് ചേട്ടൻ സംസാരിച്ചു. പോലീസ് ഇദ്ദേഹത്തെ 2 ആഴ്ചയായിട്ടും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഒരു റെസ്റ്റ് ഹൗസിൽ, മന്ത്രി ആരാന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ബാക്കിയൊക്കെ താനിത് എന്തറിഞ്ഞിട്ടാണ് പോലീസിനെതിരെ അവിടെ സംസാരിച്ചതെന്ന് ചോദിച്ചു. മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്ന് പറഞ്ഞു. ഈ മന്ത്രി അദ്ദേഹത്തെ വരട്ടെ, അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു നിൽക്കുന്ന സമയമാണ്. മന്ത്രി അദ്ദേഹത്തെ വരട്ടെ, അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ ഇപ്പോഴും
ഇത് മരിച്ചു സിവിയർ അറ്റാക്ക് എന്നാ പറയുന്നത്. സിവിയർ അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാൾക്ക് അറ്റാക്ക് വല്ല ചങ്കിന് വേനയൊക്കെ തോന്നി എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവാം, ഈ പറയുന്ന രത്നമ്മയൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഈ 40 വർഷം മുമ്പത്തെ രത്നമ്മയുടെ പുറകെ ഇപ്പോഴും നടക്കുന്നത് എന്തിനാ? ഈ 40 വർഷം മുമ്പ് അല്ല 42 വർഷം മുമ്പ് വെളിപ്പെടുത്തിയതാണ് രത്നമ്മ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.